എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ, നാടൻ ചിക്കൻ റോസ്റ്റ്. അപ്പം എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ നോക്കാം. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് നാടൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ചിക്കൻ്റെ ഐറ്റംസ് അധികം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഒന്ന് ചെയ്ത് മിൻറ്റ് ചിക്കൻ, പുതിന ചിക്കൻ ചെയ്തിട്ടുണ്ട്, ചിക്കൻ പിന്നെ ചില്ലി ചിക്കൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. വീഡിയോ അധികം ചെയ്തിട്ടില്ല. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, എന്നെങ്ങനെയാണ് ഉണ്ടാക്കുക, ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ചിക്കൻ ഇവിടെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് അവിടെ ഉണ്ട് എടുക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ ചിക്കനിന് വേണ്ട സാധനങ്ങളാണ്. അത് കഴിഞ്ഞതാ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇനി ആദ്യം നമുക്ക് ഇത് കത്തിച്ചിട്ട്, സ്റ്റവ് കത്തിച്ചിട്ട് ആദ്യം കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 2-2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 3/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, ഇത് പെരുംജീരകമല്ല, ഇത് കുരുമുളക് കേട്ടോ. കുരുമുളക് പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി വേണം. ഒരു 3/4 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ലൈറ്റായിട്ടൊന്ന് ചൂടാക്കണം അത്. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ചിക്കനിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇത്രയും മതി. പൊടി കരിഞ്ഞു പോകാൻ പാടില്ല. ഈ പൊടികളെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടുണ്ട് കേട്ടോ. കരിയാതെ വേണം നോക്കാൻ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അവിടെ മിക്സ് ചെയ്തിട്ട് വെക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക, എന്നാലേ അത് എല്ലായിടത്തേക്കും പിടിക്കുള്ളൂ. ഇതവിടെ ഇരിക്കട്ടെ. ഞാൻ ഉള്ളിയൊക്കെ വാടുമ്പോഴേക്ക് ഇത് കുറച്ച് നേരം അവിടെ ഇരുന്നോളും. ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാകുമ്പോൾ ഇളക്കാനൊക്കെ സുഖമാണ്. ഞാൻ അതിലുണ്ടാക്കാറില്ല. ഇതിലാണ് ഇവിടെ ചിക്കൻ പൊതുവെ ഉണ്ടാക്കലിട്ടോ, ജാസ്തിയൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നാടൻ രീതിയിലല്ലേ വെക്കണം. അപ്പോൾ കറിവേപ്പിൻ്റെ ചൂടായാൽ ഇഷ്ടത്തിന് ഇടട്ടെ. വെക്കും ധാരാളം ഇടാം. രണ്ട് 3 പച്ചമുളക്, ഇതൊന്ന് ലൈറ്റായിട്ട് വേണം. ഇഞ്ചി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇതാക്കാം. ചതച്ചിട്ട് വേണമെങ്കിൽ ഇതിടാം. ചതച്ചാൽ എനിക്ക് ആ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല. കാരണം ഞാൻ അങ്ങനെ ഇട്ടത്. ഈ ഉള്ളി മുറിച്ചത് ഇടണം കേട്ടോ. 3 സവാളയാണ്, കുറച്ച് വലുതാണ്. റോസ്റ്റ് ആകുമ്പോൾ കുറച്ച് സവാള വേണം, കറിയാകുമ്പോൾ അത്ര വേണമെന്നില്ല.
ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടി കളർ മാറി വരണം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. ആ വേഗം ആയിക്കോളും. ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഉള്ളിയിലേക്കുള്ള ഉപ്പിട്ടാൽ മതി. ഉള്ളി ഒരു 3/4 ഭാഗത്തോളം വാടിയുണ്ട്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് മസാലകൾ ഇടാം. നമ്മൾ ചിക്കനിൽ ചേർത്തതാണ്, അത് കാരണം അധികം മസാല ഉള്ളിയിലേക്കുള്ള മസാല മാത്രം ഇട്ടാൽ മതി. ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇടുകയാണ് കേട്ടോ. 1 സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടു. മുളക് പൊടി എരിവുള്ളത് വേണ്ട, അതിന് പകരം ലേശം ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ട് ഒന്നും കൂടി പാകണം. തക്കാളി കേട്ടോ, ഈ 2 തക്കാളി ഇതിലേക്ക് ഇട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെക്കാം. അപ്പോഴേക്ക് തക്കാളിക്ക് അതിലൊന്ന് വെന്തോളം നന്നായിട്ട്. തക്കാളി കയ്യിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇവിടെ കുറച്ച് നേരമായല്ലോ മിക്സ് ചെയ്ത് വെച്ചിട്ട്. അതിലേക്ക് വലിയ പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതിൽ നന്നായിട്ടൊന്നിത് വരട്ടിയിരിക്കണം. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാനുള്ളതാണ്. വെള്ളമൊന്നും ഒഴിച്ചാൽ പിന്നെ റോസ്റ്റിൻ്റെ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. നല്ലോണം ഒന്ന് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്നിട്ട് അതും കൂടി ഫ്രൈ ആയിക്കോളും. തേങ്ങയും കാശ്മീരി ചില്ലിയും കൂടി മിക്സ് ചെയ്ത് വെച്ചാണ് ആ കളറ് വെള്ള കളറ് വരണ്ടാന്ന് വരും. ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പോകുന്നു. തുറക്കാതെ ഇതൊരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടില്ലെങ്കിൽ എന്താ, വെള്ളം ഒഴിക്കാത്ത കാരണം കരിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതൊക്കെ വെന്ത് ചിക്കനൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്ക് കൊടുത്തിരുന്നു, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി നമുക്കതിലേക്ക് ഒരു കറി കൂടി ഇടാണ്ട് ഇതാ ഒരു ഫ്ലേവറിന് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ വേവിക്കണ്ട, ഓഫ് ചെയ്യാം. ഇനി ഒന്നും കൂടി വെള്ളം വറ്റിക്കോളും. ലാസ്റ്റ് ലേശം ഗരം മസാല, ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ഇടുകയാണ്. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ ഒന്നും ചെയ്യണ്ട, വാങ്ങി വെച്ചാൽ മതി. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് എല്ലാവരും ചെയ്ത് നോക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.